ഇതാ ആ ചായ കുടിക്കും മക്കള്. രാവിലെ തൊട്ട് കുടിവെള്ളം ഇറക്കാണ്ടിരിക്കല്ലേ. ഞാനേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇനി എന്താ ജീവൻ രാജിന്റെ പ്ലാൻ? നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പൊ തടസ്സമൊന്നുമില്ല. പ്രായപൂർത്തിയായി നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പോലീസ് പറഞ്ഞല്ലോ. പക്ഷേ നന്നായി ആലോചിച്ച് ഇനി എന്ത് തീരുമാനം എടുക്കാവൂ. എടുത്തു ചാടി ഒരുമിച്ചൊരു ജീവിതം ആരംഭിച്ചാൽ പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. ഇനി മുതൽ നിങ്ങൾക്ക് ബന്ധുക്കളുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പോലീസ് നോക്കിക്കോളും. പക്ഷേ നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആരിൽ നിന്നും ഇനി ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. നീ വീണ്ടും പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ ഇന്ദ്ര? അല്ല, ഇവരെത്രയും ത്യാഗം സഹിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ? രണ്ടുപേർക്കും ആവശ്യത്തിന് പഠിപ്പും വിവരവും ആരോഗ്യവും ഒക്കെ ഉണ്ട്. ഇവർക്ക് എവിടെ പോയാലും ജീവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇന്ദ്രന് ഇവരോട് പിരിഞ്ഞു പോകാനല്ല പറഞ്ഞത്, നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണമെന്നാ. ഒരു കുടുംബം എന്ന രീതിയിൽ ഒതുങ്ങിപ്പോയാ രണ്ടുപേർക്കും ഭാവിയിൽ ഒന്നും ആകാൻ കഴിയില്ല. ആ അത് ശരിയാ. ഈ ചോരത്തിളപ്പിൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലേ ഭാവിയെ കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. അവസാനം ബോധം തെളിയുന്നതേ ഈ കൊച്ചിന് വയറ്റിലുണ്ടായിന്ന് അറിയുമ്പോഴായിരിക്കും. അല്ല, നാളൊരബദ്ധം പറ്റണ്ടെന്ന് കരുതി ഞാൻ പച്ചക്കങ്ങെല്ലാം പറഞ്ഞതേ ഉള്ളൂ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടല്ലോ. ആ അത് തന്നെ എനിക്കും കുഞ്ഞുമ്മയോട് പറയാനുള്ളത്. ഞങ്ങള് കാര്യമായിട്ട് സംസാരിക്കുന്നിടത്ത് വന്ന് ഇത്തരം അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നത് ഇനി സൂക്ഷിച്ചു വേണം. ദേ, നിങ്ങൾ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേ. ചെല്ല്. മനസ്സിലായി. ജോലിക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതിയെന്ന് അല്ലേ? തൽക്കാലം ഞാനതിന് മറുപടി പറയുന്നില്ല. അല്ല, നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ഇനി ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. സ്വയം മറന്ന് ജീവിച്ച് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് കുളവാക്കുന്നില്ല. എതിർത്തവരുടെയൊക്കെ മുമ്പിൽ തലയോർത്ത് നിൽക്കാവുന്നൊരു പൊസിഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഉടനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. ബാക്കി കാര്യങ്ങളൊക്കെ തുരത്തിലെത്തിയതിനു ശേഷം ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മഞ്ചാടിയെ വീണ്ടും നീ തുരുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണോ? ദേ, മണ്ടത്തിലൊന്നും കാണിക്കില്ലേ ജീവ. പോലീസ് സ്റ്റേഷനിൽ വെച്ചേ അനന്തമാഷയെ നിങ്ങളെ തുറന്നു വിടാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ഇപ്പോഴും അവരുടെ കൈവാക്കിന് നിങ്ങളെ കിട്ടിയ രണ്ടുപേരെയും രണ്ട് ദൂരത്തിലേക്ക് അവർ മാറ്റിയിരിക്കും. അത് ശരിയാ. ഇപ്പോഴും അവരുടെ കണ്ണില് നിങ്ങൾ ഒന്നല്ല, രണ്ട് വ്യക്തികൾ തന്നെ. അതെ, നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ ഒന്നാണെന്നുള്ളതിന് തെളിവുണ്ടാക്കണം. അതെ, 4 അറിയെ തന്നെ നിങ്ങൾ രണ്ടുപേരും താലി കെട്ടി വിവാഹിതരാകണം. അതിനുശേഷമേ നിങ്ങൾ ഇനി പുറത്തിറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിലേ നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ വെറുതെയാവും. അതൊക്കെ ഇവര് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ അമ്മേ? തുരുത്തിലുള്ളവർ തന്നെ ഇവരുടെ താലികെട്ട് നടത്തി കൊടുക്കുമായിരിക്കും. നമ്മൾ ഇവരെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിച്ചാ പോരെ? അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇന്ദ്ര. ജീവൻ രാജിന്റെയും മഞ്ചാടിയുടെയും ബന്ധുക്കളുടെ മൂക്കിൻ തുമ്പത്ത് വെച്ച് അവരുടെ കല്യാണം നടത്തണം. എങ്കിലേ നാട്ടു നടപ്പ് മാനിച്ചെങ്കിലും അവരിവരെ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കാൻ പോകുന്നുള്ളൂ. ഇവര് പിന്നെ ഇനി എങ്ങനെ ജീവിക്കുന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇവർക്ക് ഇനി ഒരുമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു താലിയുടെ ബലം ഉണ്ടായേ തീരൂ. നിങ്ങളെല്ലാരും പറഞ്ഞത് ശരിയാ. ആരുടെയും മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അതേ വഴിയുള്ളൂ. ഞങ്ങളുടെ താലികെട്ട് ആന്റിക്ക് നടത്തി തരാൻ പറ്റും. അതിനുള്ള നന്ദിയും കടപ്പാടും എന്നും ഞങ്ങൾക്ക് ആന്റിയോട് ഉണ്ടാവും. അയ്യോ, എനിക്ക് തിരിച്ചൊന്നും വേണ്ട മഞ്ചാടി. ദൈവമായിട്ട് നിങ്ങളെ എന്റെ മുമ്പിൽ എത്തിച്ചത് ഒരു നിയോഗമായിട്ടാ ഞാൻ കാണുന്നത്. അതുകൊണ്ട്
ഈ സുശീല ഒരിക്കലും പാതി വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചു പോവില്ല. രണ്ട് ദിവസത്തിനകം ഈ നാട് മുഴുവൻ അറിയേ നിങ്ങളുടെ താലികെട്ട് ചടങ്ങ് ഞാൻ നടത്തിത്തരും. എന്തു വില കൊടുത്തും ഞാൻ നടത്തിത്തരും.